ഹല്ലേലൂയ. ഈശോയിലേറ്റ സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ നോമ്പിൻ്റെ 6-ാം ദിവസമായ ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം ജ്ഞാനത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 9-ാമത്തെ തിരുവചനമാണ്. ദൈവത്തിൻ്റെ ജീവിക്കുന്ന വചനം ഇപ്രകാരം വെളിപ്പെടുത്തിയിരിക്കുകയാണ്: അവിടുത്തെ ആശ്രയിക്കുന്നവർ സത്യം ഗ്രഹിക്കും, വിശ്വസ്തർ അവിടുത്തെ സ്നേഹത്തിൽ വസിക്കും. അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ അവിടുന്ന് കരുണയും അനുഗ്രഹവും വർഷിക്കും. വിശുദ്ധരെ അവിടുന്ന് പരിപാലിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം ഈ തിരുവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്, അവിടുത്തെ ആശ്രയിക്കുന്നവർ സത്യം ഗ്രഹിക്കും. ഈശോയിൽ ആശ്രയിക്കുന്നവർ മാത്രമാണ് സത്യം ഗ്രഹിക്കുക, സത്യത്തിലൂടെ നടക്കുക. ഹല്ലേലൂയ. വീണ്ടും പറയുകയാണ്, വിശ്വസ്തർ അവിടുത്തെ സ്നേഹത്തിൽ വസിക്കും. ആരാണ് വിശ്വസ്തർ എന്ന് ചോദിച്ചാൽ, കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ രീതിയിൽ അനുസരിക്കുന്നവരാണ് കർത്താവിൻ്റെ വിശ്വസ്തർ. ഹല്ലേലൂയ. വീണ്ടും പറയുകയാണ്, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ അവിടുന്ന് കരുണയും അനുഗ്രഹവും വർഷിക്കും. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസ്തനായിരിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ കരുണയും അനുഗ്രഹവും വർഷിക്കുമെന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. വീണ്ടും പറയുകയാണ്, വിശുദ്ധരെ അവിടുന്ന് പരിപാലിക്കുന്നു. അങ്ങനെ ജീവിക്കുന്നവർ കർത്താവിൻ്റെ വിശുദ്ധരാണ്. ആ വിശുദ്ധരെ ദൈവമായ കർത്താവ് പരിപാലിക്കുന്നു എന്ന് തിരുവചനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ലോകം മുഴുവൻ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ ദിവ്യാനീശോയെ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും അവിടത്തേക്ക് നന്ദി പറയുകയും ചെയ്യാം. അവിടുത്തെ ഏറ്റവും ഭക്തിയോടെ സ്വീകരിക്കുകയും ചെയ്യാം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ആമേൻ.